അല്ല, ഇപ്പൊ പറയുന്ന സ്വാതന്ത്ര്യം ചെറുപ്പം മുതലേ നമ്മളിപ്പോ സ്കൂളിലാണെങ്കിൽ അവിടെ തുടങ്ങി നമ്മള് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയാണ്. ആ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടെന്ന് പറയാം, ചെറുപ്പം മുതലേ പഠിപ്പിച്ചു തുടങ്ങി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓരോ കാരണങ്ങൾ, അത് ശരിയല്ല, ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇതിനനുസരിച്ച് അനുസരണയുള്ളവരായിട്ട് വളരുന്നു, ഇത് ചെയ്താൽ മാത്രമേ അനുസരണയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വളർന്നു വരുന്നത്. പക്ഷെ ഈ അറിവില്ലാത്ത സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഒരു അറിവിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളെ ഒരു എന്താ പറയാ ഒരു നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഘടകമായി അത് മാറിയില്ലേ? മതമായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസമായാലും മനുഷ്യരെ നിയന്ത്രിക്കാനാണ്, അല്ല ഇയാളെ പഠിപ്പിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളെ അടിമയായിട്ട് പിടിച്ചോണ്ട് വരുന്ന അയാളെ മെരുക്കേണ്ടതുണ്ട്. ആനെ നോക്കിയാൽ മതി, ആന മെരുക്കാതെ പറ്റത്തില്ല. പക്ഷെ അവിടെ ജനിച്ച ആന കുട്ടികളുണ്ട്, അവരെ നമുക്ക് ഇത്രയും മെരുക്കണ്ട. കാരണം അവർക്ക് വേറെ ഈ മറ്റു ആനകളിലൂടെ നടന്നുള്ള അറിവില്ല. അവരൊത്തിരി ഇണങ്ങും. പക്ഷെ ആന നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളോടൊപ്പം ജീവിക്കുന്ന ജീവി അല്ലാത്ത കാരണം കൊണ്ട് വലുതാകുമ്പോൾ പ്രശ്നം ഉണ്ടാകും. അപ്പൊ അവരെയും ചങ്ങലക്കിടും. പക്ഷെ കുട്ടിക്കാലത്ത് നമുക്കത് കാണാൻ പറ്റും. പിടിച്ചുകൊണ്ടുവന്ന ആനക്കുട്ടിയും ആനയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ അത് വളരെ വ്യത്യാസപ്പെട്ട് നമ്മൾ അറിയണം. നമ്മൾ കുഞ്ഞുങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും. കുട്ടിക്കാലത്ത് ഉടുപ്പ് ഇടാനായിട്ട് ഏത് കുഞ്ഞ് സമ്മതിക്കും? ഊരിക്കളയവര്. അത് നിർബന്ധമായിട്ട് അപ്പോഴാണ് നമ്മൾ പരിശീലനം കൊടുക്കുക എന്ന് പറയുന്ന വാക്ക്. പരിശീലിപ്പിച്ച് അനുസരണയുള്ളവരാക്കി മാറ്റുക ചെയ്യുന്നത്. ഇതാണ് ക്ലാസ് റൂം ചെയ്യുന്നത്. തുള്ളിക്കളിച്ച് ചാടി തുമ്പിയുടെ പുറകെ ഓടി ചെളിയിൽ കളിച്ചോണ്ടിരിക്കുന്ന കുട്ടിയെ കഴുകി വൃത്തിയാക്കി ഉടുപ്പിട്ട് പരിശീലിപ്പിക്കും. അതാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവിടെ പരിശീലിപ്പിക്കുന്നത് അച്ചടക്കം എന്ന് പറയുന്ന ഒരു വാക്കിനെ ഇപ്പൊ സാർ ഉദ്ദേശിച്ചത് അച്ചടക്കം ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ചോദ്യം ഇല്ലാതെ അച്ചടക്കമുള്ളവരും താതൂനികളും അങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് ഈ തിരിക്കുന്നത്. ഈ അച്ചടക്കം ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം നമുക്കില്ല. ഇപ്പൊ ഈ പരിശീലിപ്പിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗമുള്ളവരാക്കി വളർത്തുന്നു എന്നുള്ള യുക്തി അല്ലാതെ ഈ ആളിന് പ്രയോജനം ഉണ്ടോ എന്നുള്ള ചോദ്യം വരുന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ അതായത് ഒരു അച്ചടക്കം ഉള്ളത് ഒരു വ്യക്തിക്ക് അത് അയാളുടെ ജീവിതത്തിൽ അയാളുടെ കരിയറിലൊക്കെ ഒരു ഗുണമാണെങ്കിൽ ഒരു അച്ചടക്കം ഉള്ളത് നല്ലതല്ലേ? അതാ പറഞ്ഞ അച്ചടക്കം വേണ്ടെന്ന് ആരാ പറയുന്നത്? അച്ചടക്കം ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യമാണ് ഞാൻ വീണ്ടും ചോദിച്ചോണ്ടിരിക്കുന്നത്. പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തടവറയിൽ കഴിയുന്ന ഒരാള് തടവറയിൽ നിന്ന് ചാടാൻ പോകുന്നത് അത് അച്ചടക്കരഹിതമായിട്ടാണ് നിൽക്കുന്നത്. പുറത്തൊരു ലോകമുണ്ടെന്നും അവിടെ വ്യത്യസ്തമായിട്ടാണ് ജീവിക്കാൻ പറ്റുമെന്ന് അറിയുന്ന ആള് പോകുന്ന അച്ചടക്കരാഹിത്യമായിട്ടാണ് നിൽക്കുന്നത്. ഈ ഏരിയയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അച്ചടക്കം പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയുന്നത് മറ്റ് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള ആളുകളെയാണ്. സ്വയം അച്ചടക്കം എന്ന് പറയുന്നത് മരത്തെ കയറുമ്പോൾ വീഴാതെ നോക്കണം എന്ന് പറയുന്നതാണ് അച്ചടക്കം. ചുമ്മാതെ ചാടി കയറരുത്, ഉരുണ്ട് വീഴരുതെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമില്ലേ? നീ ശ്രദ്ധിക്കണം എന്നൊരാൾ പറയുന്നിടത്ത് നമുക്കൊരു അച്ചടക്കമുണ്ട്. അത് നമുക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റേതങ്ങനല്ല. ഈ ഇരിക്കുന്ന കെട്ട് ഞാൻ അവിടെ എത്തുമ്പം ഇതെടുത്ത് അവിടെ കൊണ്ടുവരണം. അത് അയാൾ ആ സമയത്ത് അപ്പൊ കഴുത്തിന് വേദന വന്നാലോ വയ്യാതായാലോ ഒന്നും എടുക്കാനൊക്കത്തില്ല. അത് അവിടെ സമയത്തിന് എത്തിച്ചോ എന്നുള്ളത് മാത്രമാണ് അച്ചടക്കമായിട്ട് കാണുന്നത്. ഈ എടുത്തുകൊണ്ട് പോകുന്ന ആളിന്. മറ്റേയാൾക്ക് അങ്ങനല്ല. അയാൾക്ക് കഴുത്തിന് വേദന വന്നാൽ സ്വന്തമായിട്ട് അത് വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കൃഷിക്കാരനും കർഷക തൊഴിലാളിയും തമ്മിലുള്ള വ്യത്യാസമാണ് അതിനകത്ത് വരുന്നത്. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം 10 തെങ്ങ് വെക്കണം എന്നാൽ ആദ്യം കഴിഞ്ഞ, കാരണം അത് ചെയ്ത് തീർക്കണം. കർഷക തൊഴിലാളിയെ സംബന്ധിച്ചോളം ഈ പണി ചെയ്ത് തീർക്കുകയാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തേ പറ്റൂ. അതേ അറിയാം. അപ്പൊ മറ്റേ ആൾ വിളിച്ചിരിക്കുന്നത് അതിനാണ്. അപ്പൊ അയാൾ അടുക്കും ചിട്ടയൊക്കെ പറയുമ്പോഴും കുഴി മുഴുവൻ കുത്തണ്ട ഇയാൾ തന്നെയാണ്. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നത്? കഴിയുന്നത്രയും പതുക്കെ അത് ചെയ്യാൻ നോക്കും. അത് അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ പണി തീർത്താൽ അയാൾക്ക് നാളെ ജീവിച്ചു വരാനുള്ള കൂലി ഇയാൾ കൊടുക്കും. തെങ്ങയിലുണ്ടാകുന്ന തേങ്ങയ്ക്ക് അയാൾക്ക് പങ്കില്ല. കർഷകനെ സംബന്ധിച്ചോളം അയാൾ ഇതേ പണി ചെയ്യും, മറ്റേയാളുടെ കൂടെ ചെയ്യും. പക്ഷെ അയാളെ സംബന്ധിച്ചോളം കൂലി കിട്ടി വീട്ടിൽ പോകുന്ന ആളല്ല. അയാൾക്ക് ഈ തേങ്ങ അയാളുടേതും കൂടാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലം, ചെയ്ത പ്രവൃത്തിയുടെ ഫലം കിട്ടുന്ന ആളായിട്ട് മാറുന്ന കർഷകനേ ഉള്ളൂ, കർഷക തൊഴിലാളിയില്ല. ഇതാണ് വ്യത്യാസം. അപ്പൊ കർഷക തൊഴിലാളി ആദ്യം തൊട്ട് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? മുഴുവൻ സമയം അഴിഞ്ഞു പോകുന്ന ഒരു മുണ്ട് കൊടുത്തേ വരുള്ളൂ.
കാരണം അയാൾക്ക് ഇത് തീർക്കുന്നതാണ്. പണി തീർന്നാല് നാളെ പണിയും തീർന്നു പോകും. മനസ്സിലാക്കണം. ഈ രണ്ടുപേരുടെ ജീവിതത്തിനകത്ത് രണ്ടു തരത്തിലെ അച്ചടക്കമാണ് ഉണ്ടാകുന്നത്. ഒരാൾക്ക് പെട്ടെന്ന് ഇത് 10 വെച്ച് വെക്കുന്നതിനെ പറ്റി, അതിന് ഫലം ഉണ്ടാകുന്നതിനെ പറ്റി ഫലം അയാൾക്ക് കിട്ടുകയും ചെയ്യും, ഇയാൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഈ പണി ഇയാളുടേതല്ലാതായി പോകുന്ന പണികളാണ് നമ്മൾ ഈ അടിമത്വം എന്ന് പറയുന്നത്. പണി കുറവൊന്നുമില്ല കർഷക തൊഴിലാളിക്ക്. പക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ 30-35 വർഷം അയാൾ പണിയെടുത്താലും അയാൾ എന്നും കർഷക തൊഴിലാളിയായിരിക്കും. കർഷകൻ അങ്ങനെയല്ല. അയാൾ ഇതിനകത്തുനിന്ന് ഉൽപ്പന്നത്തിനകത്തുനിന്ന് പണം ഉണ്ടാക്കി ഒരേക്കറി പണിയെടുത്ത് തുടങ്ങിയ ആള് 10 കൊല്ലം കഴിയുമ്പോഴത്തേന് അയാൾക്ക് 20 ഏക്കർ സ്ഥലമുള്ള ആളായിട്ട് മാറും. കർഷക തൊഴിലാളി എന്നും കർഷക തൊഴിലാളിയായിരിക്കും. ഇതാണ് ജീവിതത്തിനകത്ത് ഈ അച്ചടക്കം എന്ന് പറയുന്ന സാധനം. ഒരാളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അയാൾക്ക് പ്രയോജനപ്രദമായി തീരുന്നത് അയാളുടെ പണിയായിട്ട് അയാൾ തിരിച്ചറിയുന്നുണ്ടാണ്. മറ്റേയാളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അയാൾക്ക് നഷ്ടം ഉണ്ടാവും. അത് ഇയാൾക്ക് വേണ്ടിയാണ് അയാളുടെ അച്ചടക്കം. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് അപ്പൊ അച്ചടക്കം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വളരെ ശരിയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിഞ്ഞൂടെ അച്ചടക്കം വേണ്ടതല്ലേ? പക്ഷെ ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. ഈ ചോദ്യം അതിന്റെ ഫലപ്രാപ്തിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് മനസ്സിലാക്കുമ്പോഴാണ് 2 തരത്തിലുള്ള മനുഷ്യ സമൂഹമായിട്ട് നമ്മളിവിടെ നിൽപ്പുണ്ട്. ഈ ഭൂമി നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ്. എല്ലാ ജീവികളും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമിയാണ്. അത് ഇത് എന്റേതാണെന്ന് പറയുന്ന ഒരാളുകൾ ഉണ്ടായപ്പോൾ അവിടെ വളച്ചു വേലി കെട്ടിയിട്ട് ഇത് സ്വന്തമാക്കി മാറ്റിയ ആൾക്കാരുടെ ലോകവും അല്ലാത്തവരുമായിട്ടുള്ള ഡിവിഷനാണ് നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. ഇതാണ് ഈ പിടിച്ചോണ്ട് വന്ന് ഞാൻ പറഞ്ഞില്ല, അടിമയായിട്ട് പിടിച്ചോണ്ട് വരുന്നു എന്ന് പറഞ്ഞു. ആ ആള് പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അയാൾക്ക് നഷ്ടമാണ്. വ്യക്തിഗതമായ അയാൾക്ക് നഷ്ടമാണ്. നല്ല പണിക്കാരൻ എന്ന് പറഞ്ഞാൽ എല്ലുമുറിയെ പണിയെടുത്ത് ചാകാം എന്നുള്ളതേ ഉള്ളൂ. കൂലി വൈകുന്നേരം കൂടുന്ന ഒരു കഷ്ണം ഇച്ചിരി കൂടുതൽ കൊടുക്കും. ഇന്ന് നീ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങളെ ഗിഫ്റ്റുകൾ കൊടുത്ത് നല്ല പണിക്കാരനാക്കി മാറ്റുന്നത് അച്ചടക്കം ആ പണിയെടുക്കുന്നവനല്ല, പണിയെടുപ്പിക്കുന്നവർക്ക് പോകും. ഈ വ്യത്യാസമുണ്ട് നമ്മൾ ഈ പറയുന്ന അച്ചടക്കങ്ങൾക്കൊക്കെ. ഇത് നമ്മൾ തിരിച്ചറിയാതിരുന്നുകൂടാ. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പം അച്ചടക്കം വേണ്ടേന്ന് ചോദിക്കുമ്പം എല്ലാവരും സ്വതന്ത്രരായി പണിയെടുക്കുകയാണെന്ന് തോന്നും. കേൾക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലാണെന്ന് തോന്നും. രണ്ടുപേരുടെയും 2 ഉദ്ദേശങ്ങളും 2 ജീവിത ലക്ഷ്യങ്ങളുമുണ്ട്. ഒരാളെ സംബന്ധിച്ചോളം വൈകുന്നേരം എങ്ങനെങ്കിലും പണി തീർത്ത് ഈ കിട്ടുന്ന കൂലി മേടിച്ച് പോകാമെന്നുള്ളതല്ലാതെ ആ തെങ്ങയിൽ ഉണ്ടാകുന്ന തേങ്ങയെ പറ്റി ആലോചിച്ച് ഒരിക്കലും ഒരു കർഷക തൊഴിലാളിക്ക് അനുഭവിക്കാനൊക്കത്തില്ല. അയാളുടെ പണി ഒരു കൊല്ലനിരുന്ന് പണിഞ്ഞ് അയാൾ ഉണ്ടാക്കുന്ന കത്തി അയാൾ ഉണ്ടാക്കിയതാണെന്ന് അയാൾക്ക് വിചാരിക്കും. പക്ഷെ അയാൾക്ക് വിറ്റാലേ ജീവിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് വിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് വീണ്ടും അയാൾ ഉണ്ടാക്കുമ്പോൾ പോലും ഈ ഒരു ചെറിയ വ്യത്യാസം വരും. ഫാക്ടറിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ 100 പേരുണ്ടാകും. 100 പേരും കൂടെ ഒരു കാറുണ്ടാകും. കാറ് നമ്മുടേതാണെന്ന് ഒരു ഒറ്റ രൂപയ്ക്ക് എടുക്കുന്നവർക്ക് തോന്നത്തില്ല. എന്നാൽ കാറ് അവരുടേതല്ല. അവരുടെ അധ്വാനം വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. വിലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്ന സംഭവമാണ്. വിലയ്ക്ക് വിൽക്കുമ്പോൾ ഇയാൾ അടുത്ത ജീവനോടെ തിരിച്ചു വരാനുള്ള കൂലിയെ കൊടുക്കുള്ളൂ. അല്ലാതെ ഇയാൾക്ക് യഥാർത്ഥത്തിൽ സാധനം കൊടുക്കത്തില്ല. ഈ വ്യത്യാസങ്ങളാണ് ജീവിതത്തിനകത്ത് വരുന്നത്. അടിമയായിരുന്ന ആളും പണിയെടുപ്പിക്കുന്ന ആളിനും അച്ചടക്കം വേണമെന്ന് കേൾക്കും, ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അച്ചടക്കം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം കൂടെ ചോദിച്ചിട്ട് വേണം എന്നുള്ളത് പറയാം.